പിന്നീട് ദീപയെയും കൂട്ടി പാർക്കിലെത്തുകയാണ് ജയലാൽ. അതിനുശേഷം അവിടെ ഒരു സ്ഥലത്തിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ദീപയും ജയലാലും. അതേസമയം അവിടെ എത്തുന്ന രചന ജയലാലിനെയും ദീപയെയും കാണുകയാണ്. രചന പറയുകയാണ്, അത് ജയലാലല്ലേ, ഇവൻ കല്യാണത്തിൽ നിന്നും പിന്മാറിയെന്നാണല്ലോ കാർത്തിയോട് പറഞ്ഞത്. രചനയുടെ ഫ്രണ്ട് പറയുകയാണ്, എടി അതവര് കല്യാണം വരെ അത് എല്ലാവരുടെയും കണ്ണു മൂടിക്കെട്ടാൻ വേണ്ടി പറഞ്ഞതാണെന്ന് തോന്നുന്നു. അവരുടെ കല്യാണം മുടങ്ങി എന്ന് പറഞ്ഞ് നീ എല്ലാവർക്കും പാർട്ടി കൊടുത്തത് മാത്രം മിച്ചം എന്ന് പറഞ്ഞ് ഫ്രണ്ട് ദീപയെ രചനയെ കളിയാക്കുകയാണ്. അവൻ അത്രയ്ക്ക് ഞങ്ങളെയൊക്കെ എങ്ങും കഴുതകളാക്കാൻ നോക്കിയെങ്കിൽ അതിന്റെ ഫലം എന്താണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. നീ വാ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് രചന. പിന്നീട് ദീപ ജയലാലിനോട് പറയുകയാണ്, നമുക്ക് അധിക നേരമൊന്നും ഇവിടെ ഇരിക്കണ്ട. അന്നേരം ജയലാൽ ചോദിക്കുകയാണ്, എങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചാലോ? വിശപ്പില്ലാന്ന് ദീപ പറയുമ്പോൾ ജയലാൽ പറയുകയാണ്, ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങുമ്പോൾ വിശപ്പൊക്കെ താനെ ഉണ്ടായിക്കോളും. കഴിക്കുന്നതിനേക്കാളും അത്രയും സമയം ദീപ എൻ്റെ അരികിലിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം. ഇനിയിപ്പോ നമ്മൾ എവിടെ ഇരുന്നാലും കാർത്തിയുടെ ഭാഗത്ത് നിന്നും വലിയ ഭീഷണിയൊന്നും ഉണ്ടാകില്ല. അവൻ മൂലം ഭയക്കുന്ന ഒരാൾ ഇവിടെയുണ്ട്. അന്നേരം ദീപ ചോദിക്കുകയാണ്, ആ ജഗന്റെ കാര്യമല്ലേ പറഞ്ഞത്? ജയലാൽ പറയുകയാണ്, അവൻ വളരെ നല്ലവനാണ്. ഗുണ്ട എന്ന പേരുണ്ടെങ്കിലും നമുക്കൊപ്പം നിൽക്കാൻ ആളുണ്ടല്ലോ. ഈ അയാളുടെ കടുത്ത ഫാനാണ്. പക്ഷേ ഇപ്പോൾ അവർ തമ്മിൽ കാണുന്നില്ല. അമ്മ ജഗനെ വിലക്കി. പക്ഷെ അതാണ് കാരണമെന്ന് അവൾക്കറിയില്ല. നിങ്ങൾക്കൊക്കെ ഭീഷണിയുള്ളത് കൊണ്ട് അങ്ങനെയുള്ള സൗഹൃദം കുറച്ചൊക്കെ നല്ലതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ബന്ധം വളരരുത്. ദീപ പറയുകയാണ്, അവൾ അങ്ങനെ അധികം ആരെയും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ അല്ലായിരുന്നു. പക്ഷേ അയാളെ ഇപ്പോൾ കാണാത്തതിലും സംസാരിക്കാത്തതിലും അവൾക്കിപ്പോൾ നല്ല വേദനയുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് ചോദിക്കുകയാണ് ജയലാൽ. അതേസമയം കണ്ട കാര്യം കാർത്തിയോട് പോയി പറയുകയാണ് രചന. രചന പറയുകയാണ്, പാർക്കിലേക്കൊന്ന് പോയി നോക്ക്. അവനും അവളും തമ്മിൽ തോളിൽ തട്ടിയിരുന്ന് സംസാരിക്കുന്നത് നിനക്ക് കാണാം. അവനെ തല്ലിയതിന് നിനക്കും കിട്ടി തല്ല്, അതിനേക്കാൾ കൂടുതൽ. അല്ലാതെ ഒരു പ്രയോജനവും നമുക്കുണ്ടായില്ല. അവനോടും അവന്റെ അച്ഛനോടും കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറഞ്ഞതാണെന്ന് കാർത്തി പറയുമ്പോൾ രചന പറയുകയാണ്, അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നിന്റെ കണ്ണിൽ പൊടിയിട്ടതാണ് അവൻ. അവരുടെ കല്യാണം തീർച്ചയായും നടക്കും. നിനക്ക് പിന്നെ ആ ബുള്ളറ്റ് ജഗനെ പേടിയായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കാരെയും പേടിയൊന്നുമില്ല. ഭാഗ്യലക്ഷ്മിയുടെ മകളുടെ കല്യാണം നടക്കുമെങ്കിൽ ഏതു വിധേനയും ഞാനത് മുടക്കിയിരിക്കും. രചന പറയുകയാണ്, നീ എന്നോടൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അത് വളരെ നിസ്സാരമായിട്ട് ഞാനങ്ങ് ചെയ്തു. ഇന്നും അതുണ്ടാക്കിയ അപമാനം അവളെ വിട്ടകന്നു പോയിട്ടും ഇല്ല. എന്നിട്ടും അവളെ കെട്ടാൻ ഒരുത്തനുണ്ടായില്ലേ? അവന്റെ അച്ഛനോട് വള്ളിപുള്ളി തെറ്റാതെ കാര്യങ്ങൾ പറഞ്ഞതാണ്. എന്നിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. രചന പറയുകയാണ്, നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് അവൾക്കും അയാളുടെ വീട്ടുകാർക്കും എല്ലാം അറിയാമായിരിക്കും. അത് തന്നെയാണ് അവരുടെ ബലവും. കാർത്തി പറയുകയാണ്, അവനപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ. അവന് എല്ലൊരെണ്ണം കൂടുതലാണ്. ഭീഷണിപ്പെടുത്തി അവനെ കല്യാണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. രചന പറയുകയാണ്, ചതിയിലൂടെയാണെങ്കിലും ഈ കല്യാണം മുടക്കണം. അവളുടെ അനിയത്തിയെ കോളേജിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത് ഇനി ദീപയുടെ കല്യാണം നടക്കില്ലെന്ന്. എന്റെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ പിഴച്ചു. പറഞ്ഞതിന് ശേഷം ഒരിക്കൽ ദീപയും കുട്ടി ഈ ജയലാൽ കോളേജിലേക്ക് വന്നിരുന്നു. അതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ. ഇനിയും അവൻ അവളെയും കൂട്ടി വരും. അന്ന് അവൻ അണിയിച്ച താലി അവളുടെ കഴുത്തിൽ കാണും. കാർത്തി പറയുകയാണ്, ഞാൻ ഏതായാലും പാർക്ക് വരെ ഒന്ന് പോയിട്ട് വരാം. അവന്റെ ധൈര്യത്തെ ഒന്ന് അഭിമാനിക്കണം. വിവാഹത്തിന് ആശംസകൾ നേരുകയും വേണം. പാർക്കിന് പുറത്തേക്ക് ദീപയും ജയലാലും എത്തുമ്പോൾ കാർത്തിയെ കണ്ടൊന്ന് ഭയക്കുകയാണ് ദീപ. വണ്ടിയിൽ നിന്നും ഇറങ്ങി കാർത്തി ജയലാലിന്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ്, കൊള്ളാമല്ലോടാ ജയലാലെ. ജയലാൽ എന്ന പേരിൽ തന്നെ ഒരു ജയമുണ്ട്. നീ ഒരിക്കലും തോറ്റുമടങ്ങില്ല എന്ന് എനിക്ക് മനസ്സിലായി. അവളെ കെട്ടാൻ തന്നെ നീ തീരുമാനിച്ചു അല്ലേ? അതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പ് തന്നതിന് ശേഷം ഞാനതങ്ങ് മാറ്റി. കാർത്തി ചോദിക്കുകയാണ്, ഞങ്ങളെയൊക്കെ കഴുതകളാക്കിയിട്ട് ഇവളെ കെട്ടിക്കൊണ്ടുപോയി സുഖമായിട്ട് ജീവിക്കാമെന്നാണോ നിന്റെ വിചാരം? ജയലാൽ ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് ജീവിച്ചല്ലേ പറ്റൂ? കാർത്തി പറയുകയാണ്, അന്ന് നിന്നെ നിസ്സാരമായിട്ട് കൊല്ലാമായിരുന്നു. കൊല്ലാതെ വിട്ടത് തെറ്റായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാർത്തി പറഞ്ഞു നിർത്തുമ്പോഴേക്കും പുറകിൽ നിന്ന് ജഗൻ പറയുകയാണ്, എനിക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടടാ. ജഗനെ കണ്ട് ആകെ ഭയപ്പെടുകയാണ് കാർത്തി. ജഗൻ പറയുകയാണ്, അന്ന് നിന്നെ കൊല്ലേണ്ടതായിരുന്നു. പിന്നെ ജീവൻ ബാക്കി വെച്ചത് പിന്നീട് നീ മര്യാദ പഠിക്കും എന്ന് കരുതിയിട്ടാണ്. ദീപയുടെ അമ്മയും അന്ന് തടസ്സം പിടിക്കാൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി ചതഞ്ഞേനെ നിന്റെ ശരീരം. നീ ഇപ്പോഴും എഴുന്നേറ്റ് നടക്കില്ലായിരുന്നു. ജഗ ഞാൻ എന്ന് കാർത്തി പറയാൻ തുടങ്ങുമ്പോഴേക്കും കാർത്തിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ജഗൻ ചോദിക്കുകയാണ്, എന്താടാ നിനക്ക് വേണ്ടത്? പേടിച്ച് കാർത്തി പറയുകയാണ്, ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോൾ. ജഗൻ പറയുകയാണ്, വെറുതെ ഇതുവഴി പോയെങ്കിൽ അങ്ങനെ അങ്ങ് പോയിക്കൊള്ളണം. അത് ചെയ്യാതെ നീ ഇവിടെ വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തിയത് എന്തിനാടാ? ഇതൊക്കെ കണ്ട് ജയലാൽ പറയുകയാണ്, പോട്ടെ ജഗ പോട്ടെ, വിട്.
ഞങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ജയലാൽ പറയുമ്പോൾ കാർത്തിയുടെ ഷർട്ടിന്റെ പിടിവിട്ട് ജഗൻ പറയുകയാണ്, അവന്റെ ഒരു ഭീഷണി. ഇവരുടെ കല്യാണം നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ തന്നെ നടക്കും. വിവാഹ സ്ഥലവും മുഹൂർത്തവും ഒക്കെ നിന്നെ അറിയിക്കാം. അപ്പോൾ നിനക്ക് നിന്റെ അച്ഛനെയും കൂട്ടി വന്ന് താലികെട്ട് നേരിട്ട് കാണാം. സദ്യയും കഴിക്കാമെന്ന് ജഗൻ പറയുമ്പോൾ കാർത്തി മനസ്സിൽ കരുതുകയാണ്, ആ ചോറ് കൊലച്ചോറായിരിക്കുമെടാ. എന്താടാ തുറച്ചു നോക്കുന്നെന്ന് ജഗൻ ചോദിക്കുമ്പോൾ കാർത്തി പറയുകയാണ്, ഏയ് ഒന്നുമില്ല, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വില്ലേജ് ഓഫീസറെയും അവരുടെ കുടുംബത്തെയും ശല്യം ചെയ്യരുതെന്ന്. അത് തെറ്റിക്കുന്നത് കൊണ്ട് അവർക്കൊന്നും പറ്റില്ല, പക്ഷേ നിന്റെ ആയുസ് കുറയും. കാർത്തി പറയുകയാണ്, ഞാൻ ആരെയും ശല്യം ചെയ്യുന്നില്ല ജഗ, എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. അത്രയും പറഞ്ഞു പോവുകയാണ് കാർത്തി. ജഗൻ പറയുകയാണ്, അവന് 2 അടിയുടെ കുറവുണ്ടായിരുന്നു. ജയലാൽ പറഞ്ഞതുകൊണ്ടാണ് പൊട്ടിക്കാതിരുന്നത്. പൊട്ടടോ, അയാൾ ഞങ്ങളെ ഒന്നും ശല്യം ചെയ്തില്ലല്ലോ എന്ന് ജയലാൽ പറയുമ്പോൾ ജഗൻ പറയുകയാണ്, ഇനി ആരുടെയും ശല്യം നിങ്ങൾക്കുണ്ടായാൽ എൻ്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടല്ലോ, ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ ഇവനെയൊക്കെ കൈകാര്യം ചെയ്തോളാം. നേരം ദീപ ജഗനോട് പറയുകയാണ്, ദിയ വിളിക്കുമ്പോഴൊക്കെ ഫോൺ അറ്റൻഡ് ചെയ്യാത്തതിൽ അവൾക്ക് വലിയ വിഷമമുണ്ട്. അതിലും വലിയ വിഷമമുണ്ട് ഞങ്ങൾ തമ്മിൽ കാണുന്നതിൽ ദിയയുടെ അമ്മയ്ക്ക്. ഞാനായിട്ട് ആരുടെയും ജീവിതത്തിലേക്ക് കടന്നു കയറുന്നില്ല. എങ്കിലും നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഒരു സഹായത്തിന് വിളിച്ചാൽ ഞാൻ ഓടിയെത്തും. അത്രയും പറഞ്ഞ് സങ്കടപ്പെട്ടു പോവുകയാണ് ജഗൻ. ജഗൻ പോയ ശേഷം ജയലാൽ പറയുകയാണ്, ദിയയെ കുറ്റം പറയേണ്ട ദീപേ, ആരായാലും അയാളെ ആരാധിച്ചു പോകും. അതാണ് അയാളുടെ സ്വഭാവം. സത്യം പറഞ്ഞാൽ എനിക്കും അയാളോട് ആരാധനയാണ്. ദീപ സംശയിക്കുകയാണ്, അല്ല ലാലേട്ട, അവനൊരു ചവിട്ടേറ്റ പാമ്പാണ് ആ കാർത്തി. ഇനിയും അവൻ കല്യാണം മുടക്കാനായിട്ട് ശ്രമിക്കില്ലേ? ജയലാൽ പറയുകയാണ്, അവനും ഭയന്നാണ് ജീവിക്കുന്നത്. ഏത് നിമിഷവും കാലിന്റെ കയറുമായിട്ട് ജഗൻ എത്തുമെന്ന് അവനും അറിയാം. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നും ഇല്ല. പിന്നീട് വീട്ടിലേക്ക് എത്തിയ കാർത്തിയോട് സദാനന്ദൻ ചോദിക്കുകയാണ്, എന്താടാ പോയ പോലെ ഇങ്ങ് പോന്നത്? വീണ്ടും നമ്മൾ കോമാളിയായച്ച. നീ എന്തു ചെയ്യാനാണ്? ഞാൻ കണ്ടു ഭാഗ്യലക്ഷ്മിയുടെ മൂത്ത മകളെയും അവൾ കെട്ടാൻ പോകുന്ന ആ പയ്യനെയും. ദേഷ്യപ്പെട്ട് സദാനന്ദൻ ചോദിക്കുകയാണ്, അവന്റെ ചെകിട്ടത്തൊന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നോ? കൊടുക്കാൻ പോയതാണ്, അപ്പോഴേക്കും പിന്നിലൊരു കൈ വീണു. അവളൊക്കെ സംശയിച്ചത് ശരിയാണച്ച. ഭാഗ്യലക്ഷ്മി വിലക്കെടുത്തിരിക്കുകയാണ് ആ ഗുണ്ടയെ, ബുള്ളറ്റ് ജഗനെ. എങ്കിൽ ആ സമയത്ത് വരില്ലായിരുന്നു അവൻ. സദാനന്ദൻ ചോദിക്കുകയാണ്, തല്ലുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് പറഞ്ഞതോ അവൻ? അതെന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവൻ ചെയ്ത പണിയല്ലേ? കല്യാണത്തിൽ നിന്ന് അവൻ പിന്മാറിയെന്ന് പറയുമ്പോൾ നമ്മൾ ആശ്വാസത്തോടുകൂടി അടങ്ങിയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ അവൻ വിഡ്ഢികളാക്കിയെന്ന്. ആനന്ദൻ പറയുകയാണ്, ഇനിയിപ്പോ നമ്മളെ ബുള്ളറ്റ് ജഗൻ വിരട്ടിയതുപോലെ അവനെയും തിരിച്ചു വിരട്ടി കാണുമോ? ഈ കല്യാണത്തിൽ നിന്നും അവൻ പിന്മാറിയാൽ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കൊല്ലുമെന്ന് ജഗൻ ഭീഷണിപ്പെടുത്തിയെങ്കിലോ? അത് അച്ഛൻ പറഞ്ഞത് ശരിയാണ്. സദാനന്ദൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭീഷണിയേക്കാൾ മുൻതൂക്കം അവന്റെ ഭീഷണിക്കായിരിക്കും. കാരണം നിനക്കൊരു ഗുണ്ട എന്ന പേരില്ല. നീ ഗുണ്ടകളെ വെച്ച് കളിക്കുന്നവനാണ്. പക്ഷെ അവനോ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ള ഒരുത്തനെ മറ്റുള്ളവർ വിലവയ്ക്കും. ആർത്തി പറയുകയാണ്, അവളുടെ കല്യാണം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. നമ്മളെ തകർത്തിട്ട് എന്നെ ജയിലിലാക്കിയിട്ട് ഭാഗ്യലക്ഷ്മിയുടെ ഗുണ്ടകൾ എന്നെ തല്ലിച്ചതച്ചിട്ട് അവളുടെ വിവാഹം മംഗളമായി നടന്നാൽ അത് നമ്മുടെ തോൽവി മാത്രമല്ല, നമ്മുടെ മരണം തന്നെയാണ്. സദാനന്ദൻ പറയുകയാണ്, ഇനി ആ കല്യാണം മുടങ്ങാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ ബുള്ളറ്റ് ജഗനെ തളർത്തി കിടത്തണം, അല്ലെങ്കിൽ കൊല്ലണം. കാർത്തി ചോദിക്കുകയാണ്, അതിനൊന്നും നിൽക്കണ്ടെന്നല്ലേ അച്ഛൻ പറയുന്നത്? ഞാനങ്ങനെ പലതും പറയും. എന്നാൽ ഇവിടെ എനിക്കും നിനക്കും സന്തോഷിക്കണമെങ്കിൽ അതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ആർത്തി പറയുകയാണ്, ഇനി അവനെ കൊല്ലാനായിട്ട് മുന്നിട്ടിറങ്ങിയാൽ അവൻ മരിക്കണം, അല്ലെങ്കിൽ മോളിലോട്ട് പോകാൻ പോകുന്നത് ഞാനും അച്ഛനുമായിരിക്കും. സദാനന്ദൻ പറയുകയാണ്, ഞാനൊന്ന് ആലോചിക്കട്ടെ എങ്ങനെ അവനെ തീർക്കാൻ പറ്റുമെന്ന്. ദേഷ്യപ്പെട്ട് കാർത്തി പറയുകയാണ്, അവനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ പറ്റൂ. എന്തെറിയണമെന്ന് ഞാൻ പറഞ്ഞു തരാം, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇന്നു മുതൽ അവനെ സ്കെച്ച് ചെയ്ത് മാർക്ക് ചെയ്യാൻ തുടങ്ങണം. അവൻ പോകുന്ന വഴികൾ, അവൻ കാണുന്ന ആൾക്കാർ എല്ലാവരെയും നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ടുവരണം. കാർത്തി പറയുകയാണ്, അവന്റെ കോളനിയിൽ ചെന്ന് അവനെ അന്വേഷിക്കാൻ പറയില്ല. അതിന് സദാനന്ദൻ ഉത്തരം പറയുകയാണ്, നിന്റെ ആൾക്കാർക്ക് അത് പറ്റില്ല. പക്ഷെ അതിനു പറ്റിയ പോലീസുകാരുണ്ട്. ബുള്ളറ്റ് ജഗനെ കുറിച്ച് A to Z അറിയുന്നവര്. അവരെ വെച്ച് ഞാൻ കളിച്ചോളാം. എന്തായാലും ഭാഗ്യലക്ഷ്മിയുടെ മകൾ മംഗല്യവതിയാകാൻ പോകുന്നില്ല. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. സദാനന്ദന്റെ ആ പദ്ധതിയിൽ സന്തോഷിക്കുകയാണ് കാർത്തി. പിന്നീട് തിരികെ വീട്ടിലെത്തുകയാണ് ദീപ. അന്നേരം പാർക്കിൽ നടന്ന സംഭവങ്ങളൊക്കെ ഭാഗ്യലക്ഷ്മിയോട് പറയുകയാണ് ദീപ. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.